ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ വല്ലാർപാടത്ത് അമ്മയെക്കുറിച്ചാണ്. വല്ലാർപാടത്ത് അമ്മ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എറണാകുളം ജില്ലയിൽ വല്ലാർപാടം എന്നുള്ളൊരു ദ്വീപിലുള്ളൊരു പള്ളിയാണ് കേട്ടോ. മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളി. അവിടെ രണ്ട് നേർച്ചകളാണ് കേട്ടോ. ഒന്ന് അടിമയിരുത്തണതും പിന്നെ ചൂല് കൊണ്ട് മുറ്റമടിച്ച് തൂക്കുന്നതും. ഈ രണ്ട് നേർച്ചകളാണ് അവിടെ മെയിനായിട്ടുള്ളത്. ഈ അടിമയിരുത്തുക എന്നുള്ളതെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ഈ രൂപം കാണുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്കൊരു അമ്മേനെയും കുഞ്ഞിനെയും കാണാൻ പറ്റുന്നില്ലേ? അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവിടെ ആൾക്കാരുകൾ വഞ്ചിയിൽ പോകുമ്പോൾ വല്ലാർപാടത്ത് അമ്മയുടെ ഈ രൂപത്തിൻ്റെ അവിടെ നിന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു അമ്മയും കുഞ്ഞും ഇതുപോലെ പോകുന്ന സമയത്ത് നല്ല ശക്തമായ കൊടുങ്കാറ്റും മഴയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വഞ്ചി ഇവരുടെ മറയുകയും ഈ അമ്മയും കുഞ്ഞും വെള്ളത്തിൻ്റെ അടിയിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞ ഈ അമ്മ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ ഈ പള്ളിയിൽ അടിമയായിട്ട് ജീവിതകാലം കഴിച്ചോളാം എന്ന്. അങ്ങനെ അവിടെയുള്ള ഒരു അച്ഛന് 2 ദിവസം കഴിഞ്ഞപ്പം ഒരു വെളിപാടുണ്ടാവുകയും അച്ഛൻ 2 മത്സ്യത്തൊഴിലാളികളെയും കൊണ്ട് അവിടെ പോയി നോക്കുമ്പോൾ അത്ഭുതകരമായി ഈ അമ്മയും കുഞ്ഞും വെള്ളത്തിൻ്റെ അടിയിൽ ജീവനോടെ കാണപ്പെടുകയും ചെയ്തു എന്നാണ് കേട്ടോ ഐതിഹ്യം. അതിനാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ അടിമയിരുത്തുക എന്നുള്ള ഒരു നേർച്ച അവിടെ ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മളിങ്ങനെ ചൂലെടുത്തിട്ട് അവിടെ തൂത്തുവാരുന്നതാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ച് നമ്മളത് മുറ്റടിച്ച് വാരിക്കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ളൊരു ഐതിഹ്യവും അവിടെയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധനത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ ബോട്ട് വാങ്ങുകയോ സാധനങ്ങൾ വാങ്ങിക്കുകയോ ചെയ്താൽ ഇവിടെ കൊണ്ടുവന്ന് അവർ വെഞ്ചിരിക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ നേർച്ചയും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് തിരിച്ചു.